പറക്ക് ആൻഡ് ഈഗിൾ അണ്ണൻ വെസസ് ടോപ്പി. നെയ്മർ ഇഷ്ടപ്പെടാൻ ഒന്ന് നെയ്മറിന്റെ സ്കിൽസ് അതാണ് കിട്ടുക എല്ലാവർക്കും ഇഷ്ടമുള്ളത്. പക്ഷെ എനിക്ക് നെയ്മറിനെ ശരിക്കും എനിക്ക് നെയ്മർ ഇഷ്ടപ്പെടാൻ കാരണം എന്താ അറിയോ? അങ്ങനല്ല ഇതാക്കി പറയുന്നല്ലേ, പക്ഷെ ശരിക്കും ഇല്ല അല്ലെ. നെയ്മർ ചെറുതായിട്ട് എന്റെ ഒരു കെട്ടില്ലേ ഇങ്ങനത്തെ തൊപ്പി എന്തേ ശരിയാ. തൊപ്പി വെക്കുമ്പോ നെയ്മർ ആവും. തൊപ്പി വെക്കുന്നതോട് തൊപ്പി നെയ്മറായി മാറുന്നു. സത്യം തൊപ്പി വെച്ച തൊപ്പി പിന്നെ നെയ്മറോ തൊപ്പിയല്ല. അയ്യേ ഇവനോ എന്താ ആമ്പിള്ളേരാ ഇങ്ങനെ വേണം, മനസ്സിലായോ? കൊള്ളാം മുത്തേ, കൊള്ളാം അടിപൊളിയായിട്ടുണ്ട്. വെറുതെ അതും ഇതൊക്കെ വലിച്ച് ശരീരം കളഞ്ഞില്ലല്ലോ, അടിപൊളിയായിട്ടുണ്ട്. പ്രൊഡ്യൂസ്ഡ് ബൈ ദിലീപ്. അയ്യോ ഹായ് നയൻതാര, എന്തൊക്കെ പറഞ്ഞാലും 2020 ഒരു വല്ലാത്ത ജാതി ഒരു മൂവിയായിരുന്നു കേട്ടോ. ഓ നയൻതാരൊക്കെ എന്തൊരു ലുക്കായിരുന്നു അതിനകത്ത്. ഓ സിനിമയായിരുന്നു 2020. ചൈൽഡ്ഹുഡ് മെമ്മറി ആയിരുന്നു 2020. ഓ സിനിമയായിരുന്നു, അടിപൊളി സിനിമയായിരുന്നു, പറയാതിരിക്കും. ആദ്യം വീട്ടിൽ ഒരു ഇൻവെർട്ടർ മേടിക്കും, മൊത്തം ഇൻവെർട്ടർ ഒക്കെ മേടിക്കാം, മനസ്സിലായ ബിസിനസ് ഒന്ന് പച്ച പിടിച്ച ജനറേറ്റർ ഈ നാട് മൊത്തം അണ്ണം കരണ്ട് കൊടുക്കും. ഇതുണ്ടല്ലേ ഈ മുദ്ര ശ്രദ്ധിക്കണം. ദിമുദ്ര ഇത് നമ്മുടെ സായിപ്പിന്റെ മുദ്ര, സായിപ്പിന്റെ മനസ്സിലായി, സായിപ്പിന്റെ ദിമുദ്ര. ഞാനൊരു കാര്യം പറയട്ടെ. ഓ പറ. എത്ര വലിയ പീഡനം ചെയ്തവനായാലും കുഞ്ഞുങ്ങളുടെ മുന്നിൽ വന്നിട്ട് ഈ പീഡനം ചെയ്തവനെ പോലെയാണോ ഇത് ചെയ്യണേ? ഓരോരുത്തനെ പോയിട്ട് കൊന്ന് ഒരു കൊലപാതകയാന്ന് വിചാരിച്ചു, പുള്ളിയുടെ കുഞ്ഞിന്റെ മുന്നിൽ ചെന്നിട്ട് ആ കൊലപാതകം കാണിക്കുന്ന രീതിയിൽ കുഞ്ഞിന്റെ മുന്നിൽ നിന്ന് പുള്ളി കാണിക്കുമോ? ഇല്ലല്ലോ. മുത്തേ എപ്പോഴും എല്ലാ തന്തമാരും കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഡീസന്റ് ആണ്, മനസ്സിലായ? നീയൊക്കെ പറയും ലൈവില് ഞാൻ കിടന്ന് കാണിക്കുന്ന രീതിയിൽ ആ കുഞ്ഞിന്റെ മുന്നിൽ കാണിച്ചു, ഒരിക്കലും അല്ല, മനസ്സിലായ? ലൈവില് കാണിക്കുന്നത് ജസ്റ്റ് ലൈവില് മാത്രമേ ഉള്ളൂ, മനസ്സിലായ? വേറെ പുറത്തോട്ട് ഇറങ്ങി ഞാനൊരു സ്ഥലത്ത് പോകുന്നത് ഇങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ഇതുപോലെ കാണിക്കുന്നില്ല, പുറത്തോട്ട് പോയിട്ട് എങ്ങും പോയിട്ട്, മനസ്സിലായ? അത് നിങ്ങൾ മനസ്സിലാക്കണം. ലൈവിലുള്ളത് ലൈവിൽ കഴിഞ്ഞു, മനസ്സിലായ? തെറിവിളി ആയാലും എന്നായാലും അത് ലൈവില് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് റിയൽ ലൈഫിൽ അങ്ങനൊന്നും ഇല്ല. ലൈവില് രണ്ടെണ്ണമൊക്കെ പറഞ്ഞ് ജോളിയായിട്ട് കളിക്കണം. ചില ആൾക്കാർ അതിനെ ഹെയ്റ്റ് ഒക്കെ പിടിച്ച് കുറെയൊക്കെ ആക്കും, പിന്നെ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകും. പക്ഷെ അതത്രേ ഉള്ളൂ, മനസ്സിലായ? ലൈവില് നമ്മൾ വന്നിട്ട് കുറെയൊക്കെ സത്യം പറഞ്ഞാൽ അഭിനയിക്കുക, മനസ്സിലായ? കാരണം ഇവിടെ വന്നിട്ട് ചുമ്മാ നമുക്കൊന്നും മിണ്ടാണ്ടൊന്നും ഇരിക്കാൻ പറ്റത്തില്ല. നമുക്കിവിടെ വന്നിട്ട് എല്ലാ കാര്യം പറഞ്ഞു ചുമ്മാ ചാറ്റും പറഞ്ഞ ഒന്നും നേടാൻ ഒരു ഇത് കാണത്തില്ല, ലൈവ് കാണാൻ ഒരു സുഖം കാണത്തില്ല, മനസ്സിലായ? സത്യം അല്ലേ സായിപ്പ് പറഞ്ഞ ആക്ച്വലി 100% സത്യമായിട്ടുള്ളൊരു കാര്യം. അപ്പക്കൂട്ടൻ സീഗോ, അയ്യോ ഇതൊരു കീച്ചൻ സീനാകട്ടെ, ഞാൻ എന്റെ ജീവിതത്തിൽ മറക്കത്തില്ല. നിന്റെ മർമ്മരത്തെ ചവിട്ടോ അല്ലേടി, എന്റെ മോനെ നിന്റെ മർമ്മരത്തെ ചവിട്ടോ അല്ലേടി, മർമ്മരത്തി. മരണത്തിനേക്കുള്ള പോക്കാണോ ഇത്? ഓ എന്തൊരു ഫീലിംഗ് ആയിരിക്കും അല്ലേ ഇത്ര സ്പീഡിൽ പോകുമ്പോ. ഓ നോക്കിയിരുന്നോ, ഇതിനൊരു അന്ത്യമില്ല ആളിയാ. കൊള്ളാം കേട്ടോ. ഇനി ആരും പാട്ട് പഠിക്കാൻ പോകില്ല. ശേ
പക്ഷെ സംഭവം പറഞ്ഞാൽ ആ പാടുന്ന പുള്ളിക്കാരത്തേക്ക് വിഷമമായിട്ടുണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഇത് ഫണ്ണായിട്ട് എടുക്കില്ല. ഇപ്പൊ ഞാനൊക്കെയാണ് ഞാൻ ഫണ്ണായിട്ട് എടുക്കും, പക്ഷെ എല്ലാവരും ഒന്നും ഫണ്ണായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ദിസ് വാസ് ദ ബെസ്റ്റ് പ്രാങ്ക് ഐ എവർ സീ ഇൻ മൈ ഹോൾ ലൈഫ്. പാവടാ, പാവ സംയുക്ത ഇല്ലാണ്ടായി പോയി. പാവടാ സംയുക്ത. എനിക്കിവിടെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഐ ലവ് യു. നീയാണ് പെണ്ണ്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടം. ആരെന്ന് വിചാരിക്കല്ലേ, കൊച്ചിച്ചിരി അടിപൊളിയാ കേട്ടോ. കൊച്ചിച്ചിരി സീനാണേ. ब्रेक मार ब्रेक, पीछे देख रहे नहीं होता इधर से, नीचे उतर इधर से कैसे बस बोल रहा है? फोन इसको नहीं, इंडिकेटर नहीं देना होता है, बता रहे मेरे को। पूरी बस तू मोड़ रहा है करके, ऊपर से खा रहा है। I only see my goals, I don't believe in major. I got my hood with me, at least those in. ഇവിടെ ഒരുത്തൻ ജീവൻ മരണ പോരാട്ടത്തിരുന്ന് തുള്ളിക്കൊണ്ടിരിക്കുക. അപ്പൊ അവിടെ ഒരുത്തൻ കൈരി 2 പട്ടിക്കുട്ടി. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്തിൽ കയറി വന്നോ? ഇല്ലല്ലോ. പാവണ്ടാ, നിനക്ക് വയറ്റിളക്കം വരുവാടാ നിനക്ക്. അത് പറഞ്ഞ ശരിയാണോ എനിക്ക് അറിയില്ല. നിങ്ങൾക്കോ വല്ലാത്ത ജാതി. ബോച്ചയുടെ ഓറഞ്ച് പറിച്ചോ? പിന്നെന്താ, ബോച്ചയുടെ പറയല്ലേ, പറി ഒന്നൊന്നര പറയാണ്. So sweet orange. Boche, tours and travels. Not tours. ആളിയാ വല്ലാണ്ടങ്ങ് പുരോഗമനമാകുന്നു. ഭയങ്കര ജീവിതത്തിൽ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ ഈ സാംസങ്ങിന്റെ മൊബൈൽ നമ്മുടെ പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ സാംസങ്, എന്റെ വീട്ടുകാര് സാംസങ് ആണ്, ഞാൻ സാംസങ് ആണ്. ഞാൻ 8 വർഷമായിട്ട് സാംസങ് ആണ്. ഈഗിളിന്റെ വൈഫടാ, പാവടാ, പാവം കൊച്ചു. അവർക്ക് വെച്ചമായി കാണും. കൊള്ളാ പറയാ. കാറിലിരുന്ന് 1 ഡസൻ ഊക്ക്. വലിയ ഒരു ആഗ്രഹവും ചോദ്യം കൂടിയാണ്. സാറിന്റെ ഒരു വിവാഹം നമുക്ക് കാണാൻ പറ്റുമോ? ഞങ്ങൾക്ക് വിവാഹത്തിൽ പങ്കെടുക്കാൻ പറ്റും? ഒന്ന് കണ്ടാ മതി. ഒരു വിവാഹം കണ്ടാ മതി. സാറ് കല്യാണം കഴിച്ചൊന്ന് കാണാൻ പറ്റും? സാറ് കല്യാണം കഴിക്കുന്നതിന് താങ്കൾക്ക് അല്ലേ, സാറ് കല്യാണം കഴിച്ചാൽ അവിടെ നിൽക്കുന്നത്? താങ്കൾ കല്യാണം കഴിച്ചാണോ? പ്രായമായി. ആര് പറഞ്ഞു? ഇല്ല, ഇതൊക്കെ ഞാൻ ചോദിക്കാൻ പാടില്ല. അപ്പൊ എന്നോട് ചോദിക്കാൻ പാടില്ല. പാവടാ, പാവച്ചി. പക്ഷെ ഞങ്ങൾക്ക് പ്രേക്ഷകർക്ക് ഒന്നടക്കം ഒരാഗ്രഹവും ചാണ്ടിയുമ്പോൾ സാർ കല്യാണം കഴിക്കണം. നിങ്ങളൊക്കെ മറ്റുള്ളവർ പറയുന്നതനുസരിച്ചാണോ തീരുമാനം എടുക്കുന്നത്? ഞാനങ്ങനെ എന്റെ ഇഷ്ടം പാവടാ. ലൈഫിൽ പ്രണയം ഉണ്ടായിട്ടുണ്ടോ സാറേ? എങ്ങനെ ഞാൻ പറയുന്നത്? മറുപടി വലിയ കാര്യമുണ്ടോ? ഞാൻ ഒരിക്കലും ചോദിക്കുന്നത് എന്തുവാടാ ഇത്? ഓ, പുള്ളി ഒരു ഭീകര സംഭവമാണ് കേട്ടോ ചാണ്ടിയുമ്മൻ സാറേ. എൻ്റെ പൊന്ന് സാറേ, നിങ്ങൾ അടിപൊളിയാണ്. ഓ സീൻ, എന്തൊരു ഡയലോഗാണ് അടിച്ചത്. വാട്ട് ഇഫ് മത്തായിച്ചാൻ വാസ് എ ടിപ്പിക്കൽ മലയാളി തന്ത? വാട്ട് ഇഫ് മത്തായിച്ചൻ വാസ് ടിപ്പിക്കൽ മലയാളി തന്ത? പപ്പയോട് പറയാൻ മാത്രം എന്തെങ്കിലും ആയിന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാ കുറച്ച് ദിവസമായി ഞാൻ ഡിസ്റ്റർബ്ഡാ. അവനോട് എനിക്ക് എന്തോ അതിനെ. ഇങ്ങനെയൊക്കെ സ്വന്തം അച്ഛനോട് സംസാരിക്കാൻ പറ്റുമോടെ? ഒരു ആണിനെ പറ്റി, പ്രത്യേകിച്ച് ലൈൻ അടിക്കുന്നതിനെ പറ്റി എനിക്കൊന്നും പറ്റൂല കേട്ടോ.
ഇഷ്ടമെന്നൊക്കെ പറയാവോ? പട്ടിപ്പൊളിയാടി മോളെ സംസാരിച്ചപ്പോ നീ തലേക്കറിന്ന് ഞരങ്ങുവാ. കൊള്ളാം. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇത് പേടിച്ചിട്ട് ഞാൻ ഇന്നേ വരെ പ്രേമിച്ചിട്ടുള്ള ആരുടെയും കാര്യം ഞാൻ എന്റെ അച്ഛൻ്റെ അടുത്ത് പറയണ്ടില്ല, ഒരെണ്ണം അല്ലാതെ. നമുക്ക് ഇത് ശരിക്കുള്ള വീഡിയോ ആണോ? വാചാലതയുള്ള ഒരു വീഡിയോ കാണാം. ഇത് ശരിക്കുള്ളതാണോ? ഞാൻ പറഞ്ഞില്ലേ അല്ലേക്ക് കല്യാണാഭരണം എടുക്കാൻ പോണെന്ന്. പോണ്ട. എന്താ ഞാൻ കൂടെ പോയാല്? പോണ്ട. വിടമാട്ടെ. ഉനക്ക് എപ്പോഴോ ധൈര്യം. കേൾക്കുന്നുണ്ടാ? എന്റെ പൊന്നളിയാ വിഷയം. ഇത് പെൺകുട്ടി ബ്രോ ഗോട്ട് ദ റോങ് ചിക്ക്. Bro got the wrong chick. If you don't mind, can I take your pictures? Yeah, sure. What's your name? Zara. You're from? Bangalore. Bangalore. Kannadadavara. ಏನು ಮಾಡಿಕೊಂಡಿರೋದು? I'm in 11th standard. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയാണത്. എടേ കണ്ടെങ്കിൽ 10-24 വയസ്സ് പ്രായം പറയല്ലോടെ ഇതൊക്കെ. ക്ലയന്റ്, ഹലോ ബ്രോ, എന്റെ അച്ഛന്റെ ഫോട്ടോ വരച്ചു തരുമോ? പിന്നെന്താ, വരയ്ക്കാലോ. അച്ഛന്റെ ഫോട്ടോ അയക്കോ? ഓക്കെ ബ്രോ, ഇപ്പൊ അയക്കാം. പക്ഷെ ഈ സാറ് ഭയങ്കര ബ്രില്യൻ്റ് ആണെന്ന് പറയുന്നത്. ഹി ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് അഡ്വർടൈസ്മെന്റ് ഡയറക്ടേഴ്സ് ഇൻ ഹോൾ ഇന്ത്യ. ആറ്റം ബോംബ് കണ്ടുപിടിച്ച വിദ്വാനല്ലേ ഇവിടുത്തെ പ്രസിഡന്റ്? മിസൈൽ മാൻ. നിങ്ങളുടെ മിസൈൽ അയച്ചാൽ അവിടെ ഉള്ളവർക്കൊക്കെ ഉമ്മ വയ്ക്കുകയെന്ന് പറ. മറ്റുള്ളവരെ ദ്രോഹിക്കുന്ന ഇതിൽ ഇന്ത്യയിലെ ഏറ്റവും മഹാനായ പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ ഇരട്ട പേരാ മിസൈൽ മാൻ. അത്രയും ദ്രോഹമൊന്നും ഒരു കഞ്ചാവ് വലിച്ചവനും ചെയ്തിട്ടില്ല. You are known to be a deeply spiritual person. Have you ever felt guilty or conflicted about developing nuclear weapons? Why or why not? I realize that for my country's development, peace is essential. Peace comes out of strength. Strength respects the strength. Peace, that is how weaponized missiles were born. എനിക്കിപ്പോഴും അങ്ങോട്ട് പ്രോസസ് ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. ആക്ച്വലി വഴിവക്കിൽ തൊപ്പി നീ വരുമെന്ന് ആശിച്ചു പോയി. നിന്റിട നെഞ്ചിലെ താളമായി മാറുവാൻ, കുലകൾക്ക് മുകളിലെ ഞെടുപ്പായി തീരുവാൻ, എത്രയോ രാവുകൾ ആശിച്ചതെത്രയോ വാണങ്ങൾ വിട്ടു ഞാൻ നിന്നെയോർത്തന്നു. നീ എനിക്കായി നിന്റെ ചേലകൾ അഴിക്കുന്ന നേരം പൂർണ്ണമായി തീരുന്നു എന്നിലേക്ക് നാവുകൾ. കുനിഞ്ഞൊന്നു നീ എടപ്പാവട തൊപ്പി, ഇവരൊന്നും അറിയുന്ന പോലും ഇല്ല.